കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അന്ത്യനാളുകളിലേക്ക് പ്രവേശിക്കുന്ന മഹാസംഭവങ്ങളുടെ സ്മരണ പുതുക്കുവാൻ പോകുകയാണ്. മൊത്തമായി പീഡാനുഭവ വാരം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. ചരിത്രത്തിലെ ക്രിസ്തുവിൻ്റെ അന്ത്യനാളുകളാണ്. 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ ആഴ്ചയിൽ നിറവേറുന്നത്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഊശാന പെരുന്നാൾ ദിവസമാണ്. ആ ഊശാന പെരുന്നാളിൽ ഒരു മഹാരാജാവിനെ പോലെ യേശു ക്രിസ്തു കഴുതയുടെ പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. വലിയ ഉത്സവമായി തീരുകയാണ്. ഒരു ആസൂത്രണ പദ്ധതിയോ ഒന്നും ഇല്ലാതെ തന്നെ യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ജനസഞ്ചയം അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ആ പെരുന്നാളിൽ വളരെ പരസ്യമായി യേശുക്രിസ്തു പങ്കെടുക്കുവാനായി യെരുശലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്തത് കേവലം ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. സമൂഹം അദ്ദേഹത്തെ രാജാവിനെ പോലെ വരവേറ്റു. ഹോസന്ന എന്ന് ആർത്ത് അട്ടഹസിച്ച് സ്വീകരിച്ചു. കുഞ്ഞുങ്ങൾ പുഷ്പങ്ങളും തെക്കിലാകളും വൃക്ഷത്തിൻ്റെ കൊമ്പുകളും എല്ലാം വെട്ടിയെടുത്ത് യേശുവിനെ ഒരു രാജാവിനെ സ്വീകരിക്കുന്നത് പോലെ ആർത്ത് അട്ടഹസിച്ച് സ്വീകരിക്കുകയാണ്. ആ ഊശാന പെരുന്നാളിൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച യേശുമിശിഹ ദേവാലയത്തിനകത്ത് നടന്നിരുന്ന അനധികൃതമായ കച്ചവട വ്യാപാര വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആർക്കും അദ്ദേഹത്തെ ആ സമയത്ത് തടയുവാനോ എതിർക്കുവാനോ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പിന്തുണയും ജനത്തിൻ്റെ അത്യുത്സാഹവും അവിടെ ഉണ്ടായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പ്രാവിനെയും അതുപോലെ തന്നെ ആടുമാടുകളെയും അതെല്ലാം യാഗത്തിന് വേണ്ടി ഒരു കച്ചവടം നടത്തുന്ന രീതിയിലായിരുന്നു. അവരെയെല്ലാം അവിടെ നിന്ന് കർത്താവ് ഒഴിവാക്കുകയാണ്. നാണയമാറ്റത്തിൻ്റെ ഒരു കൗണ്ടർ അവിടെ ഉണ്ടായിരുന്നു. ദേവാലയത്തിനകത്തുള്ള നാണയവും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ പുറത്ത് മറ്റ് സാഹചര്യങ്ങളിലെ സ്വീകരിക്കുന്ന നാണയവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. റോമൻ നാണയം ദേവാലയത്തിനകത്ത് പലപ്പോഴും സ്വീകരിക്കപ്പെടുകയില്ല. അതിൽ റോമൻ ചക്രവർത്തിയുടെ സ്വരൂപവും മേലെഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഈ നാണയമാറ്റത്തിലൂടെ തന്നെ ദേവാലയത്തിൻ്റെ അധികാരികൾ വലിയ സമ്പാദനം അവിടെ ഉണ്ടായി എന്നുള്ളത് കണ്ടപ്പോൾ ധാർമ്മിക രോഷത്തോടെ നാണയമാറ്റക്കാരെയും അവിടെ ഉണ്ടായിരുന്ന യാഗമൃഗങ്ങളെയും എല്ലാം അവിടെ നിന്ന് ഒഴിവാക്കത്തക്കവണ്ണമുള്ള ധാർമ്മിക രോഷം യേശു അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഹോസന്ന എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. അത് ജനങ്ങൾ വിളിച്ചു പറയുന്നത് ഭാരപ്പെട്ടും വലഞ്ഞും അധ്വാനിച്ചും ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്, ഒരു രാജാവിനെ ആവശ്യമുണ്ട്. അവരുടെ ഭരണഭാരം ആ രാജാവിൽ അവർ പ്രതീക്ഷിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അങ്ങനെ ഊശാന പെരുന്നാൾ കൊണ്ടാടുന്നു. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന മഹാസംഭവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ശിഷ്യന്മാരുടെ കാലുകൾ യജമാനന് കഴുകുക എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ ഒരിക്കൽ പോലും നമുക്ക് സ്വപ്നം കാണാൻ പോലും നിവൃത്തിയില്ല. പെസഹ പെരുന്നാളിൻ്റെ പെസഹ വിരുന്ന് എല്ലാവരും ഒരുക്കുന്ന പതിവുണ്ട്. അത് ഈജിപ്തിൽ നിന്ന് അഥവാ മിസ്രൈം നാട്ടിൽ നിന്ന് ഇസ്രായേൽ ജാതിക്കാരുടെ സ്വാതന്ത്ര്യം നേടുന്നത് വളരെ തിടുക്കത്തോടെ അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ കടന്നു വന്ന് മിസ്രൈമ്യരിൽ നിന്ന് ഇസ്രായേലരെ വേർതിരിച്ച് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ സ്മരണയാണ് യഹൂദ
മതത്തിലെ പെസഹ പെരുന്നാൾ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ പെസഹ വിരുന്ന് അവിടെ ഒരുക്കുകയും ആ വിരുന്നിൽ ഒരു പുതിയ സമ്പ്രദായം, അതായത് കർത്താവ് അപ്പവും വീഞ്ഞും എടുത്ത് അപ്പമെടുത്ത് സ്വന്തം ശരീരമാകുന്നുവെന്നും വീഞ്ഞെടുത്ത് അത് തൻ്റെ രക്തമാകുന്നുവെന്നും പറഞ്ഞ് വാഴ്ത്തി അവരെ അത് അനുഭവിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തു അവിടെ തൻ്റെ ബലിയർപ്പണം തന്നെയാണ് അതിലൂടെ സൂചന കൊടുത്തത്. അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ വിനയാന്വിതനായി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ലോകത്തിന് മുൻപാകെ ഏറ്റവും താഴ്മയുള്ള ഒരു ജനനേതാവ് എന്ന് തോന്നത്തക്കവണ്ണമുള്ള പ്രവൃത്തിയാണ് പിന്നീട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന യേശു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന യേശു, തൻ്റെ ശരീരവും തൻ്റെ രക്തവും അപ്പം വീഞ്ഞു രൂപങ്ങളിലൂടെ മനുഷ്യർക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന യേശു, ഇത് പെസഹ പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. ഇതാണ് പീഡാനുഭവ വാരത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നത്. മൂന്നാമത്തേത്, അത് കഴിഞ്ഞ് പിന്നീട് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനെ അന്നത്തെ ഭരണകൂടം സ്വാധീനിച്ച് പണം കൊടുത്ത് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപ് ക്രിസ്തു ഒരു കുറ്റവാളിയാണെന്ന് തെളിയിക്കത്തക്കവണ്ണമുള്ള വിധത്തിൽ പല വ്യാജ മൊഴികളും ശേഖരിച്ച് ഒരു കുറ്റവാളിയാക്കി തീർത്ത് ക്രിസ്തുവിനെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു ദിവസവും നിമിഷവുമാണ് ഈ വ്യാഴാഴ്ചയും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന 2-3 ദിവസങ്ങളും. അതിന് തന്നെയാണ് ഭരണകൂടം, യഹൂദ മതത്തിൻ്റെ ഭരണകൂടം ആസൂത്രണം ചെയ്തത് എന്ന് വേണം കരുതാൻ തക്കവണ്ണം. ദുഃഖവെള്ളി എന്ന് പറയുന്നത് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന ആ വലിയ വേദന അനുഭവിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് വേണം അതിനെ കാണാനായിട്ട്. ആ ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട്. തന്നെ ക്രൂശിൽ തറയ്ക്കുന്നവരോടുള്ള ഭാവം എന്തായിരുന്നു, തൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ഈ ജഡാവതാരത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ അതിൽ പ്രസ്താവ്യമാണ്. തൻ്റെ അമ്മയുടെ കാര്യത്തിലുള്ള തീഷ്ണതാഭാവം അവിടെ വെളിപ്പെടുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈ ക്രൂശിൽ തറയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മശിഹായെ നമ്മളവിടെ കാണുന്നു. പല അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തന്നെ സ്നേഹിച്ചിരുന്നവരും തൻ്റെ ശിഷ്യന്മാരും അടക്കം സകല മനുഷ്യരും ഭയപ്പെട്ട് ഓടി ഒളിക്കുകയാണ്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം യേശുവിനെ കുരിശിൽ തറച്ച് യഹൂദ ഭരണകൂടം അവരുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കുകയാണ്. അവിടം കൊണ്ട് പീഡാനുഭവവാരം അവസാനിക്കുന്നില്ല. ദുഃഖവെള്ളിയാഴ്ചയിൽ യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുവാനിടയായെങ്കിലും മൂന്നാമത്തെ ദിവസം മരണത്തിൻ്റെ ആ വലിയ കുഴിയിൽ നിന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ പ്രതീകമെന്ന് പറയുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ മരണത്തെക്കുറിച്ചും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഗൗരവം എന്തെന്ന് അന്നത്തെ ശ്രോതാക്കൾ വേണ്ടവണ്ണം ഗ്രഹിച്ചുവോ എന്ന് സംശയമാണ്. പക്ഷേ മരണം എന്താണെന്നും മരണാനന്തര ജീവിതം എന്താണെന്നും ഈ ഈസ്റ്റർ അഥവാ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ക്രിസ്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പ്രത്യാശ. മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല, മരണത്തിനൊരു പുതിയ നിർവചനം അവിടെ നൽകുന്നു. മരണത്തെ തോൽപ്പിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സകലമാന മനുഷ്യർക്കും സമാധാനവും അതുപോലെ തന്നെ പ്രത്യാശയും നൽകുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിന്നീട് ശിഷ്യന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പൗരസ്ത്യ സഭയിൽ ക്രിസ്തുമസ് ഈസ്റ്റർ നാളുകളിലും തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നൊരു വാചകമുണ്ട്.
ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. അങ്ങനെയുള്ള ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരു സമാധാന വാക്യം പോലെ ഒരു ആശംസാവാക്യം പറയുമ്പോൾ അതെ, തീർച്ചയായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് പ്രതിവാക്യം പറയുന്ന ഒരു സമ്പ്രദായവും പൗരസ്ത്യ സഭയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സമാധാനവും ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ഈ അവസരം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.